കേരളത്തിൽ ആദ്യമായാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇരകളായവർക്ക് നഷ്ടപ്പെട്ട പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരികെ നൽകിയത്. തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇരകളായ 6 പേർക്ക് പണം തിരിച്ചു നൽകി. 6 പേർക്കുമായി 80 ലക്ഷം രൂപയാണ് നൽകിയത്. CSI മെഡിക്കൽ കോളേജ് കാരക്കോണത്തിൽ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പല മാതാപിതാക്കളിൽ നിന്നായി പ്രതികൾ 7 കോടിയിലധികം രൂപയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റ് 6 അക്യൂസ്ഡിനെതിരെ ഫയൽ ചെയ്യുകയും ചെയ്തു. കോർട്ടിൽ ട്രയൽ തുടങ്ങാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ റെസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുകയും അതിൻ്റെ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് മാതാപിതാക്കൾക്ക് അവർക്ക് അവകാശപ്പെട്ട അവരുടെ കാശ് ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന മാത്രമല്ല, അതിൻ്റെ EDയുടെ ദൗത്യം എന്ന് പറയുന്നത് അതിൻ്റെ ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതുകൂടെയാണ്. കാരക്കോണം കേസിൽ 7 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. തട്ടിപ്പിനിരകളായ 2 പേർക്ക് കൂടി പണം തിരികെ നൽകാനുണ്ട്. പണം തിരികെ ലഭിക്കുന്നതിന് അപേക്ഷ നൽകി ആഴ്ചകൾക്കകം തന്നെ നടപടി പൂർത്തിയായതായി പണം തിരികെ ലഭിച്ചവർ പറഞ്ഞു. 2 வீக்ஸ்க்கு முன்னால் எங்களுக்கு ஃப்ரீஸ் பண்ண அமௌண்ட்டை ரிலீஸ் பண்ணி தரணும்னு சொல்லி நாங்கள் கோர்ட்டில் பெட்டிஷன் கொடுத்தோம். அவங்க EDயில் அவங்க கேட்டு ED ஓகே சொல்லிட்டாங்க. இப்போ எங்களுக்கு அந்த அமௌண்ட் കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇരകളായവർക്കും പണം തിരികെ നൽകുന്നതിന് നടപടി ആരംഭിച്ചതായി ED അറിയിച്ചു. കേസിൽ 128 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ സ്വത്ത് ബാങ്കിന് തിരിച്ചു നൽകും. ഇതിൽ നിന്നാകും ഇരയായവർക്ക് പണം തിരികെ നൽകുക. എന്നാൽ പണം തിരികെ നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെട്ടിട്ടും അനുകൂല മറുപടി ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ പണം തിരികെ നൽകുന്നതിന് കോടതിയെ സമീപിക്കുമെന്നും ED വ്യക്തമാക്കി. 128 കോടിയോളം രൂപ ഉള്ള സ്വത്തുക്കൾ ഞങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കരുവന്നൂർ ബാങ്കിലേക്ക് നേരിട്ട് കൊടുക്കാനാണ്. കാരണം ബാങ്കിൻ്റെയിലാണ് മുഴുവൻ ഡാറ്റയുള്ളത്. പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടും കരുവന്നൂർ ബാങ്ക് അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും കോടതി ഞങ്ങളുടെ PMLA കോടതിയിൽ എമൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഞങ്ങളതിനൊരു പെറ്റീഷൻ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് കൊടുക്കാൻ അനുവദിക്കണമെന്ന് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോണ്. കണ്ടല ബാങ്ക് തട്ടിപ്പ്, ഹൈറിഷ് തട്ടിപ്പ്, കേച്ചേരി ചിട്ടി ഫണ്ട് തട്ടിപ്പ്, മാസ്റ്റേഴ്സ് ഫിൻസർ തട്ടിപ്പ് തുടങ്ങിയ കേസുകളിലും ഇരകളായവർക്ക് പണം തിരികെ നൽകാൻ നടപടി സ്വീകരിച്ചതായി ED അറിയിച്ചു. കേസുകളിൽ പ്രതി ചേർത്തവരെ കോടതി വെറുതെ വിട്ടാൽ പണം ലഭിച്ചവർ അത് തിരിച്ചു നൽകേണ്ടി വരും. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പണം തിരികെ നൽകുന്ന നടപടി സമാന കേസുകളിൽ ഇരകളാക്കപ്പെട്ടവർക്ക് പരാതിയുമായി രംഗത്ത് വരാൻ ആത്മവിശ്വാസം നൽകുമെന്ന് ED വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.